ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സോഡസ് റേസേഴ്സിലേക്ക് സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം നമ്മൾ പുതിയ ബാച്ച് അനൗൺസ് ചെയ്യുകയാണ്. നിങ്ങൾക്കും അത് ഏറ്റവും സന്തോഷമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പുതിയ ബാച്ച് അനൗൺസ് ചെയ്യുന്നത് ഇതിലെ പ്രത്യേകതകൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേഗം തന്നെ. നമ്മുടെ ഫീസ് ആദ്യം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം 249 രൂപ മാത്രമാണ് നമുക്ക് കോഴ്സ് ഫീസായിട്ട് ഒരു മാസത്തേക്ക് ഈടാക്കുന്നത്. 6 മാസം മുതൽ 7 മാസം വരെയായിരിക്കും കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അതിനുള്ളിൽ തന്നെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്ത് സിലബസ് ഫുള്ള് തീരുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം എക്സാമിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. 100 ക്വസ്റ്റ്യനിലേക്ക് ആക്കിയിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അത് ഏപ്രിൽ മാസം നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇനിയും കിടക്കുന്ന മാസം മാർച്ച് മാസം നമ്മൾ വെറുതെ വീട്ടിലിരിക്കേണ്ട കാര്യമില്ല. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്നും കരുതേണ്ട. കാരണം ഇനിയും സമയമുണ്ട്. അതിനുള്ളിൽ മറ്റുള്ളവർ പഠിച്ച് മുന്നോട്ട് പോകാൻ ഇടയായി തീരും. നിങ്ങൾ നന്നായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് എല്ലാ സബ്ജക്റ്റും, ഇനി പുതുതായിട്ട് വരുന്ന എന്തെങ്കിലും സബ്ജക്ട് അഡീഷൻ വരുമോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ വന്നാൽ അതും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതായത് നമ്മുടെ ലോയുടെ ക്ലാസ്സുകൾ റെക്കോർഡറായിട്ട് സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. റൂൾ ആണെങ്കിൽ പുതുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ആക്ട് കഴിഞ്ഞ എക്സാമിന് ബാധകമായിരുന്നു അമെന്റ്മെന്റ് വന്നത്. എന്നാൽ റൂളിന്റെ അമെന്റ്മെന്റ് ബാധകമായിരുന്നില്ല. ഇനി വരുന്ന എക്സാമിന് റൂൾ അമെന്റ്മെന്റ് ബാധകമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം മുതൽ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുകയാണ്. 1 മുതൽ 110 വരെയുള്ള സെക്ഷൻസും 1 മുതൽ 201 വരെയുള്ള റൂളുകളും പുതുതായിട്ട് എന്ത് പഠിക്കണോ അത് മാത്രമായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് പഴയതൊന്നും ഇനി പഠിക്കില്ല. പുതിയ അമെന്റ്മെന്റ് ഉൾപ്പെടുത്തിയുള്ള ടോട്ടൽ ലോയുടെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ട് എന്ത് പഠിക്കണോ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പഴയത് പഠിച്ച് കൺഫ്യൂഷൻ ആണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, പുതിയ അമെന്റ്മെന്റിന്റെ മാത്രം ഒരു ക്ലാസ് തന്നിട്ട് ഇനി പഴയതൂടെ കണ്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. പഴയതും പഠിക്കും, പുതിയത് കാണുമ്പോൾ ഇതുകൂടെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ പഴയതൊന്നും ഇനി പഠിപ്പിക്കുന്നില്ല. പുതിയത് മാത്രമായിരിക്കും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കിയുള്ള ലൈവ് ക്ലാസ്സുകൾ മറ്റ് ടീച്ചേഴ്സും ഉണ്ടാവും. ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് ഇനി ലൈവ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ. എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണാൻ സാധിക്കും. PYQ ഡിസ്കഷൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഇനി നമ്മൾ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സിന്റെ അകത്ത് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അതെല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുത്തിയിട്ടാണ്. PYQ വിത്ത് അമെന്റ്മെന്റ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ എക്സാമിന് ഏകദേശം 50 സെറ്റോളം അടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെല്ലാം ഈ ഫീസിൽ നിന്നുകൊണ്ടാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഒരു റാങ്ക് ഫയൽ മേടിക്കുന്ന ഫീസ് പോലും അതിന്റെ ഇരട്ടിയാവുന്നുണ്ട് ആ ഫീസ് എന്നാണ് ഞാൻ കരുതുന്നത്, ഒരു റാങ്ക് ഫയലിന് പോലും. ഇനി റാങ്ക് ഫയൽ മേടിച്ചാൽ പോലും അതിൽ അമെന്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. നമ്മൾ തരുന്ന PYQ അതിന്റെ അമെന്റ്മെന്റ് ഉൾപ്പെടുത്തി എന്താണെന്ന് വ്യത്യാസം മനസ്സിലാകുന്ന രീതിയിൽ നമ്മളത് മെൻഷൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഗ്രൂപ്പിൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് അപ്ലോഡ് ചെയ്തു തരും. ഇനി മോഡൽ എക്സാംസ് ഉണ്ടാവും. നമ്മൾ 160 ആയിരുന്നു നേരത്തെ മോഡൽ എക്സാം തന്നിരുന്നെങ്കിൽ ഇനി മാറി വരുന്ന പാറ്റേൺ അനുസരിച്ചുള്ള മോഡൽ എക്സാംസ് നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ്. ഓരോ സബ്ജക്റ്റിന്റെ ക്ലാസ് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. കഴിഞ്ഞ ഫെബ്രുവരി 15 എക്സാം അറിയാം. നിങ്ങൾക്ക് 14 നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. നിങ്ങൾക്ക് യൂട്യൂബ് നമ്മുടെ ഹിസ്റ്ററി എടുത്താൽ അറിയാം, അല്ലെങ്കിൽ വീഡിയോസ് നോക്കി അറിയാം. 14 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അതേ ചോദ്യം അതേ ഓപ്ഷൻ സഹിതമാണ് പിറ്റേ ദിവസം വന്നത്. മൈനർക്ക് നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ അല്ല, മൈനർക്ക് നോമിനേറ്റ് വെക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് തലേദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് നന്നായിട്ട് നോക്കിയവർക്കറിയാം. പലരും അത് തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നോ അതിന് അനുസരിച്ച് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകും. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ വെറുതെ കോഴ്സിന് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ജോലി കിട്ടുമോ? ഇല്ല. ഇവിടെ നല്ല എവിടെ ജോയിൻ ചെയ്താലും ജോലി കിട്ടുമോ? ഇല്ല. നിങ്ങൾ കുറച്ച് നന്നായിട്ട് മെനക്കെടണം. ഇതിനൊരു കഷ്ടപ്പെടാൻ തയ്യാറാവണം. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എക്സോഡസ് റേസേഴ്സിന്റെ ടീം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മോർ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി ആക്റ്റും റൂളുകളും ബാങ്കിങ്ങും ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട് അതെല്ലാം പഠിക്കാൻ, ഇംഗ്ലീഷ് മാത്സ് എല്ലാം പഠിക്കാനായിട്ട് തയ്യാറാകുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ, നല്ലൊരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം വേഗം താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുക. ഓക്കെ, താങ്ക് യു.